കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും ഗുരുതരമായ അട്ടിമറി നടന്നൊരു ഏരിയ ഭിന്നശേഷി സംവരണം വഴി മുസ്ലിം സംവരണം അട്ടിമറിച്ചതാണ്. ഇതിലൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, എങ്ങനെയാണ് ഈ മുസ്ലിം ടേണുകളിൽ മാത്രമാണ് ഈ ഡിസ്കഷൻ വരുന്നത്? ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി കിട്ടേണ്ട അവകാശങ്ങൾ ഇപ്പോഴും കിട്ടിയിട്ടുണ്ടാവില്ല. സംവരണത്തെ ഈ പാർട്ടിക്കാരെ നിയമിക്കാനുള്ള ഒരു ടൂളാക്കി മാറ്റി. സുപ്രീം കോടതിയും ആ കക്ഷിക്ക് അനുകൂലമായിട്ട് വിധിച്ചു. അവരിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപികയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സംവരണം ഒരു സാമ്പത്തിക സഹായ പദ്ധതിയല്ല. അധികാര സംവിധാനങ്ങളിലുള്ള നമ്മുടെ സൊസൈറ്റിയുടെ പങ്കാളിത്തമാണ് സംവരണം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഓരോ വിഭാഗങ്ങളും, പിന്നോക്ക വിഭാഗങ്ങൾക്കും അവരുടെ സ്വത്വപരമായ കുറേ പ്രശ്നങ്ങളുണ്ട്. ഹിസ്റ്റോറിക്കലായ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ അഡ്രസ്സ് ചെയ്യാൻ അതാത് വിഭാഗങ്ങളുടെ പ്രതിനിധികൾ തന്നെ അധികാര നിർവഹണ കേന്ദ്രങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ സംവരണം നിർവഹിക്കുന്ന ഒരു എന്താ പറയുക, ഇടപെടൽ, സംവരണത്തിൻ്റെ ഇടപെടൽ അങ്ങനെയാണ് നടക്കുന്നത്. നമ്മളതിനെ ഒരു സാമ്പത്തിക സഹായ പദ്ധതിയായിട്ട് കാണുമ്പോഴാണ് ഈ സംവരണത്തിൻ്റെ ഊർജം ചോർന്നു പോകുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും ഗുരുതരമായ അട്ടിമറി നടന്നൊരു ഏരിയ ഭിന്നശേഷി സംവരണം വഴി മുസ്ലിം സംവരണം അട്ടിമറിച്ചതാണ്. ഭിന്നശേഷി സംവരണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1995 അത് 3% ഭിന്നശേഷി സംവരണം നടപ്പാക്കി. 2016 ആകുമ്പോൾ സംവരണം 4% 4 ബ്ലോക്കുകളിലായി 4% സംവരണം നടപ്പാക്കി. കേരളത്തിൽ ഈ സംവരണം നടപ്പാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വരുന്നത് 2019 ഒക്ടോബർ 31 ഒക്ടോബർ 31 സാമൂഹ്യനീതി വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത് 1, 26, 51, 76 ഈ ടേണുകൾ ഭിന്നശേഷി വിഭാഗത്തിന് നൽകണം എന്നാണ്. ഇങ്ങനെ നൽകുമ്പോൾ 26ാമത് ടേണും 76ാമത് ടേണും മുസ്ലിം വിഭാഗത്തിൻ്റെ ടേണാണ്. ആ ടേൺ എടുത്തിട്ട് ഭിന്നശേഷി വിഭാഗത്തിന് നൽകുമ്പോൾ സംഭവിക്കുന്നത്, മുസ്ലിങ്ങൾക്ക് ലാസ്റ്റ് ഗ്രേഡിൽ 10% സംവരണം, അതല്ലാത്തതിൽ 12% സംവരണമാണ്. അപ്പോൾ ലാസ്റ്റ് ഗ്രേഡിലെ സംവരണം 10ൽ നിന്ന് 8 ചുരുങ്ങും. മറ്റു തസ്തികകളിലെ സംവരണം 12ൽ നിന്ന് 10 ചുരുങ്ങും. 2019 ഈ ഓർഡർ ഇറങ്ങി. 2021 ഓഗസ്റ്റിൽ കൊണ്ടോട്ടി MLA TV ഇബ്രാഹിം സാഹിബ് ഇത് നിയമസഭയിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കലായിട്ട് ഇത് കൊണ്ടുവന്നു. ഇങ്ങനെ ഗുരുതരമായൊരു അട്ടിമറി ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട്, തിരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് മന്ത്രി പറഞ്ഞു തിരുത്താം, സാധാരണ ഒരു ചോദ്യത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് തിരുത്താം, ഇടപെടും, ശ്രദ്ധിക്കും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് 2023 2019 ഓർഡർ, ഒക്ടോബർ 31 ഓർഡർ ഇറങ്ങി ഞാൻ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ഓർഡർ വരുന്നത് 2023 ഒക്ടോബർ 1 പഴയ ഓർഡറിനെ സാധൂകരിച്ചുകൊണ്ട് ആ ഓർഡർ അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് വീണ്ടും 2023 ഒക്ടോബർ 1 വീണ്ടും സാമൂഹ്യനീതി വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ഇതുകൊണ്ട് സംഭവിച്ചത്, കേരളത്തിൽ ഏകദേശം 2500-ലേറെ തസ്തികകൾ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള ഇടയാക്കുന്ന ഒരു സംഭവമാണത്. നമ്മളിത് മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ നിയമനങ്ങൾ നടത്തുന്ന പ്രധാന ഏജൻസി PSC ആണ്. അതേപോലെ ധാരാളം ഏജൻസികളുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റികളുണ്ട്, ബോർഡുകളുണ്ട്, അതേപോലെ താൽക്കാലിക നിയമനങ്ങളിൽ സംവരണമുണ്ട്, പിന്നെ പലതരത്തിലുള്ള ഈ ഓട്ടോണമസ് ബോഡികളുണ്ട്. ഇവിടെ എല്ലാം ഈ നയമനുസരിച്ച്, സർക്കാരിൻ്റെ നയമനുസരിച്ച് നിയമനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട ഒരു കോടതി ഇടപെടൽ വന്ന സമയത്ത് അതിൽ യൂണിവേഴ്സിറ്റി പറഞ്ഞത്, ഞങ്ങൾ സർക്കാർ ഉത്തരവ് അനുസരിച്ചാണ് നിയമനം നടത്തിയതാണ്. സർക്കാർ ഉത്തരവ് ഇതാണ്, 2019 ഒക്ടോബർ 31 ഗവൺമെൻറ് പുറത്തിറക്കിയ ജിയോ അനുസരിച്ചിട്ടാണ് കാലിക്കറ്റിൽ നിയമനം നടന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് വരെ മുഖ്യമന്ത്രിയും അതേപോലെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ബിന്ദു മിനിസ്റ്ററും പറഞ്ഞത്
ഉത്തരവ് നടപ്പാക്കിയിട്ടില്ല എന്നുള്ളത്. ഈ ഭിന്നശേഷി അട്ടിമറിയുടെ പ്രശ്നം പരിശോധിക്കുന്നൊക്കെ പറയുമ്പോഴും ഇത് ആളുകൾ നടപ്പാക്കി, താഴെ തട്ടിൽ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ സർക്കാർ ഇതിൽ ഇടപെടുന്നില്ല. അപ്പം ഇനി വരാൻ പോകുന്നൊരു കാര്യം 2019 ഒക്ടോബറിൽ ഇറങ്ങിയ ഉത്തരവാണ്. ഉത്തരവ് ഇറങ്ങിയിട്ട് 5 വർഷം കഴിഞ്ഞു. ഇതുവരെ സർക്കാർ ഇതിനെ പിൻവലിച്ചിട്ടില്ല, ഫ്രീസ് ചെയ്തിട്ടില്ല, പകരം ഓർഡർ വന്നിട്ടില്ല. സ്വാഭാവികമായും 5 കൊല്ലം മുമ്പ് വന്ന ഒരു ഉത്തരവ്, അതും സർക്കാരിൻ്റെ പലതരം ഉത്തരവുകളിൽ ഏറ്റവും സ്ട്രോങ് ഉത്തരവാണ് GOP എന്ന് പറഞ്ഞിട്ട്, പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഉത്തരവ് പ്രാധാന്യമുള്ള ഉത്തരവാണ്. ആ വിഭാഗത്തിൽപ്പെടുന്ന ഉത്തരവായിട്ടാണ് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട ടേണുകൾ നിർണ്ണയിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഈ ഓർഡർ സർക്കാർ പുറത്തുവിട്ടെങ്കിലും സർക്കാർ ഇതാരെയും കാണിക്കാതെ ഉള്ളിൽ വെച്ചതുപോലെ, പുറത്തു വിടാതെ മറച്ചു വെച്ചതുപോലെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം 2019 ഒക്ടോബർ 31 വന്ന ഓർഡർ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് 2021 TV ഇബ്രാഹിം MLA നിയമസഭയിൽ ഇത് പറയുന്നത് വരെ ആരും ഈ ഓർഡറിനെ പറ്റി യാതൊരു തരത്തിലുള്ള ഡിസ്കഷൻ നടത്തിയിട്ടില്ല. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുന്ന കാര്യം അതാണ്. അപ്പം അതിന് പിന്നെ ഒരു ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഉത്തരവ് കൊണ്ടുവരിക, ഉത്തരവ് നടപ്പാക്കിക്കൊണ്ട് അവിടെ വെക്കുക, പക്ഷെ പബ്ലിക്കിന് മുമ്പിലേക്ക് ഇത് കൊണ്ടുവരാതെ മറച്ചു വെക്കുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് 2 കൊല്ലം മുമ്പുള്ള ഉത്തരവാണ്, അല്ലെങ്കിൽ 4 കൊല്ലം മുമ്പുള്ള ഉത്തരവാണെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയി മാറും. കോടതിയിൽ പോവുകയാണെങ്കിൽ പോലും ഉത്തരവുകളുടെ കാലാവധി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ ഉത്തരവ് വന്ന് തൊട്ടടുത്ത ദിവസം അതിനെ ചലഞ്ച് ചെയ്യുന്നതും 4 കൊല്ലം കഴിഞ്ഞിട്ട് ചലഞ്ച് ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത്തരമൊരു ഗൂഢാലോചന ഭിന്നശേഷി സംവരണത്തിൻ്റെ പേരിൽ മുസ്ലിം സംവരണം അട്ടിമറിക്കുന്നതിൽ നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിൽ കൂടെ അതേസമയത്ത് ഭിന്നശേഷി സംവരണം കൃത്യമായിട്ട് നടപ്പാക്കേണ്ടതാണ്, യാതൊരു സംശയമില്ല. അത് സർക്കാർ നടപ്പാക്കുന്നില്ല. ഭിന്നശേഷി സംവരണത്തിൻ്റെ പേരിൽ മുസ്ലിം സംവരണം അട്ടിമറിക്കുക എന്നതിൽ മാത്രമാണ് സർക്കാർ ഫോക്കസ് ചെയ്യുന്നത്. ആശ്രിത നിയമത്തിൻ്റെ കാര്യത്തിൽ ഒരു ഡയറക്റ്റ് ഓർഡർ വന്നിട്ടില്ല. അതൊരു മാർഗരേഖ ഡിസ്കഷന് വേണ്ടിയിട്ട് വെച്ചതാണ്. ഇതിലൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, എങ്ങനെയാണ് ഈ മുസ്ലിം ടേണുകളിൽ മാത്രമാണ് ഈ ഡിസ്കഷൻ വരുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് 1, 16, 26, 36, 46, 56, 66, 76, 86, 96, അതിൻ്റെ കൂടെ 30ഉം 80ഉം ഇങ്ങനെയാണ് മുസ്ലിം ടേണുകൾ. PSC നമ്മളെ KS&SSR അനുസരിച്ച് നിയമനം നടത്തുന്ന ടേണുകൾ ഇതാണ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഭിന്നശേഷി സംവരണം വന്നപ്പോൾ 26ഉം 76ഉം ആക്രമിക്കപ്പെട്ടു. ആശ്രിത നിയമനത്തിൻ്റെ വിഷയം വരുമ്പോൾ എൻക്രോച്ച് ചെയ്യപ്പെടുന്നത് 16ാമത്തെട്ടാണ് മുസ്ലിം ടേണാണ്. അപ്പോൾ ഇതിലൊന്നും വ്യക്തമായൊരു മറുപടി പറയാൻ PSCക്ക് കഴിയുന്നില്ല. ഭിന്നശേഷി സംവരണത്തിൻ്റെ കാര്യത്തിൽ പലതരത്തിലുള്ള മറുപടികളും പറയുന്നുണ്ട് അവർ. അത് ഇങ്ങനെയല്ല, ഔട്ട് ഓഫ് ടേൺ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിന് കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭിന്നശേഷി സംവരണം സർക്കാർ ഔട്ട് ഓഫ് ടേൺ ആയിട്ട് നടപ്പാക്കുന്നു എന്നാണ് പറയുന്നത് വേറൊരു പക്ഷം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ടേൺ എന്ന് പറഞ്ഞാൽ 100 പേരെ നിയമിക്കുമ്പോൾ 104 പേരെ നിയമിക്കണം. 4 ഭിന്നശേഷി വിഭാഗത്തിലെ ആളുകളെ ടേണിന് പുറത്ത് എന്ന് പറഞ്ഞാൽ മുമ്പ് നിയമിച്ചിരുന്നത് ഉദാഹരണം പറഞ്ഞാൽ 1A എന്ന് പറഞ്ഞിട്ട് നിയമിക്കണം. അപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, 100 പേരെ നിയമിക്കുമ്പോൾ 104 പേരെ നിയമിക്കുന്നു. ഈ 104ൻ്റെ 12%ആണോ 12? 100 പേരെ നിയമിക്കുമ്പോൾ മുസ്ലിങ്ങളിൽ നിന്ന് 12 പേരെ നിയമിക്കണം. അപ്പോൾ 104 പേരെ നിയമിക്കുമ്പോൾ എത്ര ആളെ നിയമിക്കണം? ഇതിനെ 1000ലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കൂ. 100ന് പകരം 1000 പേരെ നിയമിക്കുമ്പോൾ 1040 പേരെ നിയമിക്കണം. 1040 ആളുകളിൽ ഉള്ള മുസ്ലിം 12% എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ആവറേജ് മുസ്ലിം കമ്മ്യൂണിറ്റിക്കും എല്ലാ കമ്മ്യൂണിറ്റികൾക്കും കിട്ടണം. അങ്ങനെ കിട്ടുന്നില്ല. ഔട്ട് ഓഫ് ടേൺ എന്ന് പറയുന്ന സമ്പ്രദായം, ഭിന്നശേഷി സംവരണത്തിലെ ഔട്ട് ഓഫ് ടേൺ എന്ന് പറയുന്ന സംവിധാനം തന്നെ ഇല്ലീഗലാണ്. അത് കോടതിയിൽ പോയിട്ട് ചലഞ്ച് നമ്മൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ എടുത്തു കളയേണ്ട നിയമമാണ്. അത് ഈ സംവരണത്തെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് PSC
അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അത് കോടതിയിൽ ചലഞ്ച് ചെയ്ത് ഔട്ട് ഓഫ് ടേൺ ഒഴിവാക്കി ഹൊറിസോണ്ടൽ സംവരണം എന്നാണ് പറയാം. വെർട്ടിക്കൽ സംവരണമുണ്ട്, ഹൊറിസോണ്ടൽ സംവരണമുണ്ട്. ഹൊറിസോണ്ടൽ സംവരണമാണ് സ്പെഷ്യൽ റിസർവേഷൻ എന്ന നിലയ്ക്ക് ഭിന്നശേഷി വിഭാഗത്തിന് നൽകേണ്ടത്. അപ്പോൾ അവരുടെ ആനുകൂല്യം സ്വാഭാവികമായിട്ടും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും അതേസമയത്ത് മറ്റു കമ്മ്യൂണിറ്റികൾ അത് ബാധിക്കാതിരിക്കുകയും ചെയ്യും. അതിലേക്ക് പോവാൻ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. അത് പോവാതിരിക്കാൻ കാരണം അങ്ങനെ വരുന്ന സമയത്ത് ഫ്ലോട്ടിംഗ് സംവരണം നടപ്പാക്കണം. ഫ്ലോട്ടിംഗ് സംവരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, റിസർവേഷൻ റോസ്റ്റർ 20ൻ്റെ റോസ്റ്ററുകളായിട്ടാണ് നിയമനം നടത്തുക. 20ൻ്റെ റോസ്റ്റർ എന്ന് പറഞ്ഞൊരു ചതിയാണ്. മെറിറ്റിൽ വരേണ്ട സംവരണ വിഭാഗത്തിലെ ആളുകൾ 20ൻ്റെ റോസ്റ്റർ ആകുമ്പോൾ ഔട്ടായി പോകും. അതിനു വേണ്ടിയിട്ടാണ് 20ൻ്റെ റോസ്റ്റർ എല്ലാവരും പിടിച്ചു നിൽക്കുന്നത്, ഈ നിയമനാധികാരികൾ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സംവരണ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ OBC, SC, ST വിഭാഗങ്ങൾക്ക് ഒരേ സമയത്ത് അവർക്ക് മെറിറ്റിലും സംവരണത്തിലും അധിക അവകാശമുണ്ട് എന്നുള്ളത് അധികാരികൾ മനസ്സിലാക്കണം, നമ്മളും മനസ്സിലാക്കണം. ഒരാൾ ഓപ്പൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓപ്പണാണ്. SC, ST വിഭാഗങ്ങൾ ഓപ്പണാണ്, മുസ്ലിം ഓപ്പണാണ്, ഈഴവ ഓപ്പണാണ്, എല്ലാവരും ഓപ്പണാണ്. അത് ആദ്യം അംഗീകരിക്കാൻ ഈ നിയമനം നടത്തുന്ന ആളുകൾ തയ്യാറാവണം. അത് തയ്യാറാവുന്നില്ല. OBCയും SC, STയും വെറും സംവരണത്തിൽ വരേണ്ട ആളുകൾ, അവർ സംവരണത്തിലൂടെ വന്നാൽ മതി എന്നാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ചില ആളുകൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അപകടമാണ് 2020 റോസ്റ്റർ. അല്ല, ഇതിൽ അത് 20ൻ്റെ റോസ്റ്ററുകളായിട്ടാണ് നിയമിക്കേണ്ടതെന്നാണ് KS&SSRലെ 14A പറയുന്നത്. 20ൻ്റെ റോസ്റ്ററുകളായിട്ട് ആണ് നിയമനം നടത്തേണ്ടത്. അപ്പോൾ 100 പേരെ നിയമിക്കുന്നുണ്ടെങ്കിലും ഒരു 20ൻ്റെ റോസ്റ്ററുകളായിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്. ആ സമയത്താണ് ഈ മെറിറ്റിൽ വരേണ്ട 20ൻ്റെ റോസ്റ്റർ നിയമിക്കുമ്പോൾ ആദ്യത്തെ 10 ആൾ മെറിറ്റിൽ പോകും. പിന്നെ വരുന്ന ആളുകളൊക്കെ റിസർവേഷനിലാണ് കയറി പോവുക. നമ്മൾ പറയുന്നത് എപ്പോഴാണോ ഫ്ലോട്ടിംഗ് റിസർവേഷൻ എന്ന് പറഞ്ഞാൽ, എപ്പോഴാണോ റിസർവേഷനിൽ ജോയിൻ ചെയ്ത ഒരാൾ അയാൾക്ക് അർഹമായ മെറിറ്റ് സീറ്റ് എപ്പോൾ വരുന്നോ അപ്പോൾ അവരെ മെറിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഇവിടെ ഈ സംവരണ തോത് കുറയുന്ന പ്രശ്നമുണ്ടല്ലോ പരിഹരിക്കാൻ പറ്റുള്ളൂ. അതുവരെ ഈ സംവരണ കുറവ് ഇവിടെ ഉണ്ടാവും. നിങ്ങളിപ്പോൾ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്തുള്ള കേരളത്തിൽ പോലും മോശാവസ്ഥയാണ്. ഇപ്പോൾ പരിശോധിച്ചാലും അതിന് സംവരണാടിസ്ഥാനത്തിൽ നമുക്ക് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി കിട്ടേണ്ട അവകാശങ്ങൾ ഇപ്പോഴും കിട്ടിയിട്ടുണ്ടാവില്ല. കിട്ടാതിരിക്കാൻ കാരണം ഈ ഫ്ലോട്ടിംഗ് റിസർവേഷൻ നടപ്പാക്കാതിരിക്കുന്നതാണ്. അത് പിന്നെ വലിയൊരു ഏരിയയാണ് ഫ്ലോട്ടിംഗ് റിസർവേഷൻ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, യൂണിവേഴ്സിറ്റി അധ്യാപകർ എന്ന് പറയുന്നത് സാധാരണ ഒരു തസ്തികയായിട്ട് അതിനെ കാണാൻ പാടില്ല. നമ്മുടെ നാടിൻ്റെ, നമ്മുടെ സ്റ്റേറ്റിൻ്റെ നയം രൂപീകരിക്കുന്ന, പോളിസി തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആളുകളാണ് യൂണിവേഴ്സിറ്റി അധ്യാപകർ. അക്കാദമിക മേഖലയിൽ നിന്നുള്ള ആളുകൾ എല്ലാ ബോഡികളിലും ഉണ്ടാവും. അതിൽ യൂണിവേഴ്സിറ്റി അധ്യാപകർക്ക് വലിയ പങ്കുണ്ട്. കേരളത്തിൽ അത്ര അധികം അധ്യാപകരൊന്നുമില്ല. ഇപ്പോൾ കാലിക്കറ്റിൽ തന്നെ നിലവിലൊരു 160-170 അധ്യാപകരാണ് അവിടെ നിലവിലുള്ളത്. കേരളം മൊത്തമെടുത്ത കുറേ അധ്യാപകരൊന്നുമില്ല. കാലിക്കറ്റിൽ ലാസ്റ്റ് നടന്ന നിയമനത്തിൽ 50ഓളം ബാക്ക്ലോഗ് സംവരണ തസ്തികകളും അതേപോലെ സംവരണ അട്ടിമറിയും, സംവരണത്തിൻ്റെ അകത്ത് അട്ടിമറിയും ബാക്ക്ലോഗ് സംവരണ അട്ടിമറിയും ഒരേപോലെ നടന്നിട്ടുണ്ട്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, അത് ഞാൻ ബാക്ക്ലോഗിനെ പറ്റി പറയാം. രണ്ട് ഘടകമാണ്, രണ്ട് വിഷയമാണ്. 2019 കേരള യൂണിവേഴ്സിറ്റി അവരൊരു തീരുമാനം എടുക്കുകയാണ്, പഴയകാല ബാക്ക്ലോഗുകളൊന്നും ഇനി പരിഗണിക്കേണ്ടതില്ല എന്ന് പറയാൻ കാരണം, 2013 വരെ യൂണിവേഴ്സിറ്റികളിൽ ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിലാണ് സംവരണം കണക്കാക്കിയിരുന്നത്. നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ അങ്ങനെ എന്തുകൊണ്ടാണ് ആളുകൾ ഇത് മനസ്സിലാക്കാതെ പോകുന്നുള്ളത്. അതിന് മറുപടി കൂടി ഞാൻ പറയാം. ആളുകൾക്ക് ഇത് മനസ്സിലാവാത്തത്, ഓരോ യൂണിവേഴ്സിറ്റിയും
വ്യത്യസ്ത നിയമന അതോറിറ്റികളാണ്. അവരവരുടെ ആക്ടും സ്റ്റാറ്റ്യൂട്ടും വെച്ചിട്ടാണ് നിയമനം നടത്തുന്നത്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലെ നിയമമല്ല കാലിക്കറ്റിലുണ്ടാവുക, കാലിക്കറ്റിലെ നിയമമല്ല MG ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ കൂടെ മനസ്സിലാക്കിയില്ല പഠിച്ചു വരുമ്പോഴേക്ക് നിയമനം കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആളുകൾക്ക് ഇതിൽ ഇടപെടാൻ കഴിയാതെ പോകുന്നത്. അപ്പോൾ 2013 UDF ഗവൺമെൻറ് കാലത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ലെവൽ സംവരണം ഒഴിവാക്കി യൂണിവേഴ്സിറ്റി ഒറ്റ പൂളാക്കി നിയമിക്കാൻ തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ ആരാണോ ആദ്യം റിട്ടയർ ചെയ്യുന്നത് അത് ഒന്നാമത്തെ വേക്കൻസി, അങ്ങനെ അറേഞ്ച് ചെയ്ത് പോകും. ചിലപ്പോൾ 1 കെമിസ്ട്രി, 2 ഫിസിക്സ്, 3 ബോട്ടണി, അങ്ങനെ ആയിരിക്കും ഉണ്ടാവും. അതിന് മുമ്പുണ്ടായിരുന്നത് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ സംവരണം നടപ്പാക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ് 4 പേര് റിട്ടയർ ചെയ്തു. അപ്പോൾ 4 പേരെ ഒരുമിച്ച് അതിലേക്കാണ് സംവരണം നോക്കുക. അപ്പോൾ ഇന്ന ടേൺ ഈഴവ, ഇന്ന ടേൺ SC എന്ന് പറഞ്ഞിട്ട് പറയും. അതേസമയത്ത് സിംഗിൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ മൊത്തം എത്ര അധ്യാപക ഒഴിവുകളുണ്ട്, ആ അധ്യാപക ഒഴിവുകളെ നിരത്തി അതിൻ്റെ റിട്ടയർ ചെയ്ത അതിൻ്റെ ഒക്കറൻസ് ഓഫ് വേക്കൻസി എന്ന് പറയും. എന്നാണോ വേക്കൻസി വന്നത് ആ ഡേറ്റ് അനുസരിച്ച് ഓർഡറിൽ എഴുതിയിട്ട് അതിലാണ് സംവരണ റോസ്റ്റർ നടപ്പാക്കുന്നത്. ആ നിയമം 2013 കേരളത്തിൽ വന്നത്. കേന്ദ്ര സർവകലാശാലകൾ അതിനു മുമ്പേ വന്നിട്ടുണ്ട്. അതൊരു വിപ്ലവകരമായ ഒരു തീരുമാനമായിരുന്നു. കാരണം ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സംവരണ വിഭാഗങ്ങൾക്ക് നിയമനം കിട്ടാൻ 400 വർഷം 500 വർഷമൊക്കെ കഴിയേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് 40 പേര് നിയമിതരാവണമെങ്കിൽ എത്ര കാലെടുക്കും? അപ്പോൾ 40ാമത് ടേണിൽ നിയമിതരാവേണ്ട ഒരു സംവരണ വിഭാഗം ഉണ്ടെന്ന് വിചാരിക്കുക. അവർക്ക് ചിലപ്പോൾ ഒരു 2 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് അവിടെ നിയമനം കിട്ടുള്ളൂ. അതിനൊക്കെയുള്ള പരിഹാരമാണത്. പിന്നെ സിംഗിൾ പോസ്റ്റുകളുണ്ടാവും. പ്രൊഫസർ പോസ്റ്റുകളൊക്കെ അധിക യൂണിവേഴ്സിറ്റി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സിംഗിൾ പോസ്റ്റുകളിൽ സംവരണം ഉണ്ടാവില്ല. അപ്പോൾ സിംഗിൾ യൂണിറ്റ് ആയ സമയത്ത് ഇതെല്ലാം സംവരണത്തിൻ്റെ കീഴിൽ വന്നു. അത് വിപ്ലവകരമായ തീരുമാനമാണ് അന്ന് UDF ഗവൺമെൻറ് നടപ്പാക്കിയത്. പക്ഷേ ആ വിപ്ലവകരമായ തീരുമാനത്തെ ഏറ്റവും മോശമായ രീതിയിലാണ് പിന്നെ വന്ന സർക്കാർ അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്തത്. UDF ഗവൺമെൻറ് കാലത്ത് ഈ തീരുമാനം വെച്ച് എവിടെയും നിയമനം നടത്താൻ പറ്റിയില്ല. 2013 നിയമം വന്നെങ്കിലും നിയമനം തന്നെ 2014 നിയമന ശ്രമങ്ങൾ നടന്നു. പക്ഷേ എല്ലാ നിയമനങ്ങളും കോടതിയിൽ പോയിട്ട് സ്റ്റേ ചെയ്യിപ്പിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പലതരം പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് പല ആളുകൾ കോടതിയിൽ പോകും. എല്ലാം ഫണ്ട് ചെയ്യുന്നത് ഒറ്റ ഏജൻസി ആയിരിക്കും. നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പല വ്യക്തികളെ വെച്ചിട്ട് പലതരം ആർഗ്യുമെൻറ്റ്സ് വെച്ച് കോടതിയിൽ പോകും. ഒരു നോട്ടിഫിക്കേഷൻ വരികയാണെന്ന് വിചാരിക്കുക. 2015 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അധ്യാപക നിയമനത്തിന് നോട്ടിഫിക്കേഷൻ വന്നു. 4-5 കേസുകൾ ഒരുമിച്ച് വന്നു. ഫണ്ട് ചെയ്യുന്നത് വരെ 8 ടീമായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു കേസ് അവിടെ ക്ലിക്കായാൽ നിയമനം ബ്ലോക്ക് ആവും. അങ്ങനെ പിന്നെ ആ കേസ് ഉരുട്ടി കൊണ്ടുപോകുക എന്നുള്ളതാണ് കാലങ്ങളായിട്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെ നിയമനം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ CPM ആണ് അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്. അത് തുറന്നു പറയാൻ വേണം. CPM ആണ് അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്. കാലിക്കറ്റിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ കാലിക്കറ്റിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ കാലിക്കറ്റ് 2015 നിയമനത്തിന് ശ്രമം നടത്തി. പക്ഷേ നിയമനം കോടതി സ്റ്റേ ചെയ്തു. 2016 ഉത്തരവ് വന്നു. അങ്ങനെ 2016 കോടതിയിൽ നിന്ന് നിയമനം നടത്താനുള്ള വിധി കിട്ടിയിട്ടും 2019 2019 ഡിസംബർ 31 നിയമനത്തിൻ്റെ നടപടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നോട്ടിഫിക്കേഷൻ വരുന്നത് 2019 ഡിസംബർ 31. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതുവരെ അവിടെ ഉണ്ടായിരുന്നത് UDF ഗവൺമെൻറ് നിയമിച്ച VC ആയിരുന്നു. നവംബർ 19 വരെ അവിടെ ഉണ്ടായിരുന്നത് UDF ഗവൺമെൻറ് നിയമിച്ച VC ആയിരുന്നു. ആ VC പോയതിന് ശേഷമാണ് കാലിക്കറ്റിൽ നിയമനത്തിൻ്റെ ഫയലുകൾ നീങ്ങി തുടങ്ങിയത്. അങ്ങനെ അവരാദ്യം തീരുമാനിക്കുന്നത്, കാലിക്കറ്റിലെ സിൻഡിക്കേറ്റ് ആദ്യം തീരുമാനിക്കുന്നത് ഇവിടെയുള്ള ബാക്ക്ലോഗുകൾ പരിഗണിക്കേണ്ടതില്ല എന്നുള്ളത്. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞു, അതേപോലെ കാലിക്കറ്റിലും തീരുമാനമെടുത്തു. കാലിക്കറ്റിൻ്റെ കാര്യത്തിൽ സർക്കാരിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ വിഭാഗത്തിൽ 30 ബാക്ക്ലോഗുകൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് 2014 യൂണിവേഴ്സിറ്റി സർക്കാരിലേക്ക് ഒരു കത്ത് എഴുതിയിരുന്നു. 30 ഒഴിവുകൾ കേട്ടോ. വേറെ 3-4 ഒഴിവുകൾ ഭിന്നശേഷി വിഭാഗത്തിനുണ്ട്. അവിടെ ഭിന്നശേഷി വിഭാഗത്തിന് 4 ബാക്ക്ലോഗ് ഒഴിവുകൾ വേറെ കിടക്കുന്നുണ്ട്.
ടോട്ടൽ 34. അസിസ്റ്റൻറ്റ് പ്രൊഫസർ വിഭാഗത്തിൽ മാത്രം 34 ഒഴിവുകളായി. അസോസിയേറ്റ് പ്രൊഫസർ ഇതുകൂടെ കൂട്ടിയാൽ ഏകദേശം 50ഓളം ബാക്ക്ലോഗ് വേക്കൻസികൾ ആ സമയത്ത് നിയമനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കാലിക്കറ്റിലുണ്ട്. 50ഓളം വേക്കൻസി. ഞാൻ പറഞ്ഞു ആകെ അവിടെ ഉള്ളത് 170 അധ്യാപകരാണുള്ളത്. അതിൽ 50 വേക്കൻസി ബാക്ക്ലോഗായി കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഈ ബാക്ക്ലോഗ് വേക്കൻസികൾ ആദ്യം സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുകയും അതിനുശേഷം ജനറൽ നോട്ടിഫിക്കേഷൻ നടത്തി ജനറൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. ആകെ ഈ കാലിക്കറ്റിൽ 116 അധ്യാപക വേക്കൻസികളിലേക്കാണ് പോസ്റ്റുകളിലേക്കാണ് അവിടെ നോട്ടിഫിക്കേഷൻ വന്നത്. അതിൽ ആദ്യത്തെ 50 തസ്തികകൾ മാറ്റിവെക്കണം, ഈ സംവരണ വിഭാഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടിയിരുന്നു. അത് ചെയ്യാതെ അത് ജനറൽ വേക്കൻസി ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നതോടുകൂടെ അത് നഷ്ടപ്പെട്ടു പോയി. സിൻഡിക്കേറ്റ് തീരുമാനം എടുക്കുകയാണ്. ഇവിടെ കേരള സർക്കാരിൻ്റെ ആക്ട് കിടക്കുന്നുണ്ട്, ഇത് ബാക്ക്ലോഗ് ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞ ആക്ട് കിടക്കുമ്പോൾ അത്ര ധൈര്യപൂർവ്വം സിൻഡിക്കേറ്റ് തീരുമാനം എടുക്കുന്നത്. അതിന് സർക്കാർ അനുവാദവും കൊടുക്കുന്നു. അതിനെതിരെ ചില ഉദ്യോഗാർത്ഥികൾ കോടതിയിൽ പോയി. കോടതിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോടതി പെട്ടെന്നൊരു തീരുമാനം തരില്ലല്ലോ. കോടതിയുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സിവിൽ കേസുകളാവുമ്പോൾ കുറേ ടൈം എടുക്കുന്ന വലിയ ലോങ് ടേം പ്രോസസ്സാണ്. ആ കേസുകൾ ഇപ്പോഴും അവിടെ ഹിയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും കൂടെ പരിഗണിക്കുമ്പോൾ ഏകദേശം 400ഓളം ബാക്ക്ലോഗ് തസ്തികകൾ ഈ സംവരണ വിഭാഗങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, പിന്നോക്ക സമുദായങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 400ഓളം ബാക്ക്ലോഗ് വേക്കൻസികൾ. അതെവിടെ നോക്കണം? കേരളത്തിൻ്റെ പോളിസി നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട സർവകലാശാലകളിലാണ് ഈ വേക്കൻസികൾ പിന്നോക്ക വിഭാഗങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അപ്പം പിന്നോക്ക വിഭാഗങ്ങളുടെ കാര്യങ്ങൾ പറയാൻ പോളിസി തീരുമാനിക്കുന്ന സ്ഥലങ്ങളിൽ ആളില്ല. സ്വാഭാവികമായിട്ടും അവർ പിന്തള്ളപ്പെടുന്നുള്ള കാര്യം ഉറപ്പല്ലേ. അപ്പം ഈ ബാക്ക്ലോഗ് അട്ടിമറിയാണ് ഈ അടുത്ത കാലത്ത് യൂണിവേഴ്സിറ്റികളിൽ വന്ന ഏറ്റവും അപകടകരമായ സംവരണ പ്രശ്നമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനൊരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത രൂപത്തിൽ അത് ലോക്കായി കിടക്കണം. തുടക്കം കുറിച്ചത് കേരള യൂണിവേഴ്സിറ്റിയാണ്. അത് കേരള യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റിലുമാണ് ഏറ്റവും സമർത്ഥമായി ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടുള്ളത്. അത് നഷ്ടപ്പെട്ടു പോയ ബാക്ക്ലോഗ് വേക്കൻസികളെ അടുത്ത നിയമനങ്ങളിലെങ്കിലും തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ഇവിടെയുള്ള ഈ പിന്നാക്ക വിഭാഗങ്ങളോട് അനുഭവം പ്രകടിപ്പിക്കുന്ന സംഘടനകൾ ചെയ്യേണ്ടത്. സംവരണത്തിൽ അട്ടിമറി എന്ന് പറഞ്ഞാൽ കാലിക്കറ്റിലെ കാര്യം തന്നെ പറയാം. കാലിക്കറ്റിൽ 2019 ഡിസംബർ 31 വന്ന നോട്ടിഫിക്കേഷൻ 116 പേരെ നിയമിക്കാനുള്ള നോട്ടിഫിക്കേഷൻ വന്നു. അതിൽ സംവരണം ഏതെല്ലാം പോസ്റ്റുകൾ ആർക്കെല്ലാമാണ് സംവരണം ചെയ്തിരിക്കുന്നത് പറയുന്നില്ല. 116 തസ്തികകൾ നോട്ടിഫൈ ചെയ്യുന്നു. ഏതാണ് സംവരണം, ആർക്കാണ് സംവരണം ഒന്നും മനസ്സിലാവില്ല. പിന്നെ കുറേ ആളുകൾ അപേക്ഷിക്കുന്നു, കുറേ ആളുകൾ ഇൻ്റർവ്യൂവിന് വരുന്നു, വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇൻ്റർവ്യൂവിന് വരുന്നു. ഇൻ്റർവ്യൂ വന്നതിന് ശേഷം ഈ ഇൻ്റർവ്യൂവിൽ വന്നതിൽ നിന്ന് ഇൻ്റർവ്യൂ നടത്തിയ ആളുകൾക്ക് ആരോടാണ് കൂടുതൽ താല്പര്യമെന്ന് ഈ നിയമന അതോറിറ്റി ചെക്ക് ചെയ്യുന്നു, പരിശോധിക്കുന്നു. അവർക്ക് വേണ്ട ആളെ സെലക്ട് ചെയ്തതിന് ശേഷം അയാൾ ഏത് സമുദായത്തിൽപ്പെടുന്ന ആളാണോ അയാൾക്കനുസരിച്ചുള്ള സംവരണം, അയാൾ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളാണോ ആ വിഭാഗത്തിനനുസരിച്ച് ഇവിടെ സംവരണം ക്രമീകരിക്കുന്നു. നേരത്തെ നോട്ടിഫൈ ചെയ്താൽ, ഉദാഹരണം പറഞ്ഞാൽ കെമിസ്ട്രിയിൽ 4 പോസ്റ്റ് ഉണ്ട്. 4 പോസ്റ്റ് 2 റിസർവേഷൻ, 2 ഓപ്പൺ ആണെന്ന് വിചാരിക്കുക. റിസർവ് ചെയ്തിരിക്കുന്നത് SC-ക്കും ഈഴവയ്ക്കുമാണെന്ന് വിചാരിക്കുക. പിന്നെ അതിൽ മാറ്റം വരുത്താൻ പറ്റില്ല. അതിൽ SC-ക്ക് അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈഴവയ്ക്ക് റിസർവേഷൻ പോസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. അവിടെ വരുന്നത് അവിടെ ഈ നിയമനം നടത്തുന്ന പാർട്ടി നേതാക്കൾക്ക് തോന്നുകയാണ് അവിടെ വന്നിരിക്കുന്നത് ഇതല്ലാതെ മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാളെയാണ് അവിടെ നിയമിക്കേണ്ടത്, പാർട്ടിയിൽ കൂടുതൽ സ്വാധീനമുള്ളത് അയാളാണ്, അല്ലെങ്കിൽ നേതാവിൻ്റെ റെക്കമെൻഡ് വന്നിരിക്കുന്നത് വേറെ ഒരു സംവരണ വിഭാഗത്തിനാണെങ്കിൽ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ആ സംവരണം അവിടെ നടപ്പാക്കാൻ പറ്റും. അങ്ങനെ സംവരണത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുത്തി.
സംവരണത്തെ ഈ പാർട്ടിക്കാരെ നിയമിക്കാനുള്ള ഒരു ടൂളാക്കി മാറ്റി. അതാണ് ആ രീതിയിലാണ് മറ്റൊരു അട്ടിമറി നടന്നത്. സംവരണം കൊടുത്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ സംവരണമാണോ മാനദണ്ഡം? അതല്ല, പാർട്ടി കൂറായിരുന്നു അതിന് മാനദണ്ഡം. കാലിക്കറ്റിലെ നിയമനത്തിനെതിരെ ഏകദേശം 35ഓളം കേസുകൾ ഹൈക്കോടതി നിലവിലുണ്ട്. അതിൽ ബാക്ക്ലോഗ് അട്ടിമറിയുണ്ട്, സംവരണ അട്ടിമറിയുണ്ട്, അതേപോലെ സംവരണ ടേണിൽ വന്ന പ്രശ്നങ്ങളുണ്ട്, അതേപോലെ മെറിറ്റിലെ മീൻസ് ചില ആളുകളെ ഇൻ്റർവ്യൂവിൽ പോലും പങ്കെടുക്കാതെ ഒഴിവാക്കിയിട്ടുണ്ട്, എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരം പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ കോടതിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിവിൽ കേസുകൾ ധാരാളം സമയമെടുക്കും. അതിലൊരു കേസിൽ വിധി വന്നത് ഒരു കേസിലാണ്. അത് അവിടെ ഹർജി ഫയൽ ചെയ്ത ആൾക്ക് അനുകൂലമായിട്ട് വിധി വന്നിട്ടുണ്ട്. അത് സുപ്രീം കോടതിയും ആ വിധി അംഗീകരിച്ചിട്ടുണ്ട്. അതും കേസ് ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈഴവ വിഭാഗത്തിന് ലഭിക്കേണ്ട തസ്തിക അല്ലെങ്കിൽ 63 അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിനെ നിയമിക്കുമ്പോൾ ഈഴവ വിഭാഗത്തിന് അർഹമായി ലഭിക്കേണ്ട തസ്തിക ലഭിച്ചില്ല എന്നുള്ള ഒരു പരാതിയാണ് അവർ കോടതിയിൽ പറഞ്ഞത്. കോടതിക്കത് ബോധ്യമായി, അവർക്ക് അനുകൂലമായിട്ട് വിധി വന്നിട്ടുണ്ട്. ഡിവിഷൻ ബെഞ്ചും അതേപോലെ സുപ്രീം കോടതിയും ആ കക്ഷിക്ക് അനുകൂലമായിട്ട് വിധിച്ചു. അവരിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപികയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു.